ഹലോ, ഇന്ന് ഒരു മുട്ട ബജിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പലതരത്തിലുള്ള മുട്ട ബജികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറൊരു തരത്തിലുണ്ടാക്കിയിരിക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി മുട്ട ബജി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ 10 മുട്ട എടുത്ത് പുഴുങ്ങിയിട്ട് പകുതിയാക്കി വെച്ച് അതിൻ്റെ മുകളിൽ ഉപ്പും കുരുമുളക് പൊടിയും സ്പ്രെഡ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണിത്. ഇത് സൈഡിൽ മാറ്റി വയ്ക്കുക. 10 മുട്ട വെച്ച് 20 മുട്ട ബജിയാണ് ഉണ്ടാക്കാവുന്നത്. ഇവിടെ 4 വലിയ സവാള എടുത്ത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നല്ലതുപോലെ കനം കുറച്ച് അരിയണം. പിന്നെ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കറിവേപ്പില ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെക്കണം കറിവേപ്പിലയും. പിന്നീട് പച്ചമുളകാണ്. പച്ചമുളക് ഇവിടെ ഒരു 3 or 4 എണ്ണം എടുത്ത് നടുക്കൂടെ കീറി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് മല്ലിയിലയാണ്. മല്ലിയില ചോപ്പ് ചെയ്തത് 1/2 കപ്പും. ഒരു 6 വെളുത്തുള്ളി എടുത്ത് ചോപ്പ് ചെയ്ത് അതും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടുന്ന മസാല നോക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു 1/4 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ടയുമാണിത്. ഇത് പൊടിച്ച് ചേർക്കണം. ഇതിന് പകരം ഗരം മസാല ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി കബാബിനുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഒരു വലിയ ബൗൾ എടുക്കുക. അതിലോട്ട് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് കൂടാതെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും. ഇത് കൂടാതെ ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പും പട്ടയും ഏലക്കയും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1.25 കപ്പ് വെള്ളം എടുത്ത് കുറച്ച് വീതം ചേർത്ത് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇത്രയും പൊടികൾക്ക് ഈ 1.25 കപ്പ് വെള്ളം എന്നുള്ളത് കറക്റ്റാണ്. അത്രയും കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിനകത്ത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ 1.25 കപ്പ് വെള്ളമൊക്കെ ചേർത്ത് വരുമ്പോൾ ഈ ബാറ്ററിന് ഇത്രയും തിക്നെസ് ആണ് ഉള്ളത്. ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതായത് ഇങ്ങനെ ഈ സ്പൂണിലെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം റെഡിയാക്കി വെക്കേണ്ടത്. ഇത് നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് സൈഡിൽ മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഇതിലോട്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന സവാള, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പം ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ബാറ്ററിൻ്റെ ഉപ്പൊക്കെ പാകമാണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാനും മാത്രം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഈ മുട്ട ബജി മുങ്ങിയിരിക്കുന്ന രീതിയിൽ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു മുട്ടയുടെ പകുതി എടുത്ത് ഈ ബാറ്ററിലോട്ട് നല്ലതുപോലെ മുക്കി എടുത്ത് തിളച്ച എണ്ണയിലോട്ട് ഇടുക. ഇങ്ങനെ എണ്ണയിലോട്ട് ഇടുമ്പോൾ മുട്ടയുടെ വെള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇടുക. കോട്ടിങ് ചിലപ്പോൾ ഒന്ന് നീങ്ങി പോവുകയാണെങ്കിൽ അവിടെയോട്ട് കുറച്ച് ബാറ്ററും കൂടി ഒന്ന് മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെറിയ തീയിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഈ ബജിയുടെ കോട്ടിങ് പെട്ടെന്ന് ബ്രൗൺ കളറാകും. ബ്രൗൺ കളറാകുന്നത് നോക്കിയിട്ട് നമ്മൾ കോരിയെടുക്കാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ വേകാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ചെറിയ തീയിലിട്ട് തന്നെ പൊരിച്ചെടുക്കാൻ പറയുന്നത്. ഇങ്ങനെ എണ്ണ കോരി ഒന്ന് മുകളിലോട്ട് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. 2 സൈഡും വെന്ത് കഴിയുമ്പോൾ ഇത് കോരിയെടുക്കാം. ഈ ബജ്ജി പൊരിക്കുമ്പോൾ ഇച്ചിരി അകത്തിയിട്ട് വേണം പൊരിക്കാൻ കേട്ടോ. ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ബജിയും പൊരിച്ചെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബജിയാണ്. കുട്ടികൾക്കൊക്കെ മുട്ട ഡയറക്റ്റ് കഴിക്കാൻ പറഞ്ഞാലൊക്കെ മടിയായിരിക്കും. ഇങ്ങനെ ബജി ആയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. ഈ ബജി അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വേറെ പലതരത്തിലുള്ള മുട്ട ബജികളും കൂടി ഉണ്ട്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്